ഹലോ കൂട്ടുകാരി, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആവണീസ് വ്ലോഗിന്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം നമ്മുടെ എല്ലാ കൂട്ടുകാരും സേഫ് ആയിട്ടും ഹാപ്പി ആയിട്ടിരിക്കില്ല. ഞാനും ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ താട്ടോ രാവിലത്തെ എല്ലാ പണികളും തീർന്നിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ പറമ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇപ്പോൾ പറമ്പിലേക്ക് പോകുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പറമ്പിലേക്ക് വന്നപ്പോഴത്തേനും നോക്ക് നല്ല രീതിയിലൊരു തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ ഒരു കാറ്റൊക്കെ അടിച്ചിട്ട് ഇതുവഴി നടക്കുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു പ്രത്യേക തരം ഒരു കുളിർമ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നട്ടിട്ടുള്ള നമ്മുടെ ആ ഒരു അവോക്കാഡോയുടെ തൈ ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ എന്താ ഒരു അവസ്ഥ എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അത്യാവശ്യം സെറ്റായിട്ട് വന്നിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഒരു അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അതേപോലെ നമുക്ക് നമ്മൾ എന്താ ഇതിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാപ്പിയുടെ പൂ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പൂവൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചൊക്കെ ഇതാ ചില സ്ഥലങ്ങളിലൊക്കെ ആയിട്ടുണ്ട്, അവശേഷിക്കുന്ന കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്നാലും ഒരുപാടുണ്ടായിരുന്നു. അത് കുറേ കൊഴിഞ്ഞു പോയിട്ട് ആ ഒരു പൂവൊക്കെ ഇതാ നോക്ക്, ഇവിടെയൊക്കെ ഒരുപാട് കായായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫുള്ള് തന്നെ ഒരുമിച്ച് അങ്ങ് പൂത്തിരിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു പൂ ഫുള്ളായിട്ട് ഒരുമിച്ച് അങ്ങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ മാത്രമായിട്ട് നിൽക്കുവാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് കായ കിട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മുടെ അവോക്കാഡോയുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. ഈ ഒരു കായെല്ലാം നമ്മുടെ നാളത്തെ കാപ്പിക്കുരുവാണേ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറേ ഇപ്പോൾ നമ്മൾ ഒരുപാട് പൂ ഉണ്ടായാലും എല്ലാം ഒന്നും പിടിക്കില്ല കേട്ടോ. അപ്പോൾ കുറേയൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അതിൽ നിന്ന് കുറച്ചിങ്ങനെ എല്ലാ കമ്പിൽ കൂടി ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കുതാ ഇവിടെ രണ്ട് കാപ്പിക്കുരു നമുക്കിതാ കറക്റ്റായിട്ട് ഉണ്ടായി നിൽക്കണ്ടേ. അപ്പോൾ അതാ ഈ ഒരു ചെടിയിലുള്ള ഫസ്റ്റത്തെ കാപ്പിക്കുരു കേട്ടോ ഈ ഒരു കാപ്പിക്കുരു. ബാക്കിയൊക്കെ ഇതാ ചെറുതായിട്ട് ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നതേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ഇവിടെ ഇന്നലെ വൈകിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഒരു വേനൽമഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വിളകൾ ഫുള്ളായിട്ട് നനഞ്ഞ് കുളിച്ച് നിൽക്കണം. അതുപോലെ തന്നെ മണ്ണാണെങ്കിൽ നല്ല രീതിയിൽ നനഞ്ഞു കിടക്കുന്നുണ്ട്. നമ്മൾ രാവിലെ സ്പ്രിംഗ്ലർ ഒന്നും വെച്ച് കൊടുത്തില്ല. അപ്പോൾ നമുക്ക് മഴയ്ക്ക് അനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ സ്പ്രിംഗ്ലർ നോക്കിയിട്ടാണ് വെക്കാറുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നല്ല വെയിലൊക്കെയാണ് വൈകിട്ട് വേണമെങ്കിൽ വെക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ നമ്മൾ വന്നു നമ്മുടെ ആ ഒരു അവോക്കാഡോ നട്ടുകൊടുത്തതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ നമുക്ക് നോക്കിയാലോ. ഇതാ കൂട്ടുകാരി, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നട്ടുകൊടുത്തുള്ളത് നമ്മുടെ ആ ഒരു അവോക്കാഡോ നല്ല ഉഷാറായിട്ട് സെറ്റായിട്ട് നിൽക്കുന്നുണ്ടേ. നമുക്ക് ഇവിടെയൊക്കെ ഒരു തളിരിലകൾ ഇങ്ങനെ പുതിയ ഇലകളൊക്കെ വന്നുകൊണ്ടിരിക്കുവാണേ. ഒരു ചെറിയൊരു അവോക്കാഡോയുടെ തൈ ആണെങ്കിൽ പോലും നമുക്ക് ഒരുപാട് ചില്ലകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. വെള്ളവും കാര്യങ്ങളൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് തന്നെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ടും പിന്നെ അതേപോലെ തന്നെ അനുസരിച്ചുള്ളൊരു കാലാവസ്ഥയും കൂടിയാണല്ലോ. അപ്പോൾ മഴയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുള്ളതുകൊണ്ടൊക്കെ നമുക്ക് എന്തായാലും കൂടുതൽ പരിചരണം ഇല്ലെങ്കിൽ പോലും ഇനി സെറ്റായിട്ട് തന്നെ ഇവിടെ നിന്നോളാം. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വളവും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാം. ഈ ഒരു അവോക്കാഡോ നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ഇപ്രാവശ്യം ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ കൂടി അല്ലേ. അപ്പോൾ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് അപ്പോൾ വീഡിയോ കണ്ടവർക്ക് അറിയാം നമ്മൾ അത്യാവശ്യം വലിയൊരു കുഴിയൊക്കെ എടുത്തിട്ട് അടിവളമൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടല്ല ഈ ഒരു അവോക്കാഡോ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടിവളം നല്ല രീതിയിൽ കൊടുത്തുകൊണ്ട് നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അടിയിൽ നിന്ന് അത്യാവശ്യം വളമൊക്കെ വലിച്ചെടുത്ത് ആ വേരുകളൊക്കെ നല്ല രീതിയിൽ സ്പ്രെഡ് ആയിക്കോളും. മാത്രമല്ല നമ്മളിനി ഒരു 2 വീക്കൊക്കെ കഴിഞ്ഞിട്ട് വളം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു അടിവളം കൊടുത്തിട്ടാണ് നമ്മൾ പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് വളമാണ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്കിവിടെ പഴുത്ത അടയ്ക്കാളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ കൊഴിഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മഴയും കൂടി കിട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പ് ഇപ്പോൾ കാണുമ്പോൾ അറിയാമായിരിക്കില്ല, കുറച്ച് കാടൊക്കെ ഒന്ന് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു കാടൊക്കെ ഒന്ന് കളയാനുണ്ട്. അപ്പോൾ എന്തായാലും അവർ പഴുത്ത് വീണ് അടയ്ക്കൽ ഒരു കാടും കൂടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൈയോടെ പെറുക്കില്ലാന്നറിയാം. ഒരു കാട്ടിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെറുക്കിയെടുക്കലൊക്കെ ഒന്ന് ടാസ്ക് ആയിരിക്കും. അതേപോലെ തന്നെ നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു കാപ്പിയുടെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേനും കുറച്ച് ഈ കമ്പിളിപ്പുഴ ഉണ്ടല്ലോ. നമ്മളിവിടെ കമ്പിളിപ്പുഴ എന്നാണ് പറയുക, ചില സ്ഥലങ്ങളിൽ ചൊറിയമ്പൂ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ കാപ്പി നമുക്ക് കവാത്തൊക്കെ ചെയ്ത് വിടാനുണ്ട്. അപ്പോൾ നല്ല ഷർട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പണികളുള്ളതുകൊണ്ട് തന്നെ അല്ല ഷർട്ട് എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കമ്പിളിപ്പുഴൊക്കെ ദേഹത്ത് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ നിന്നൊരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ നല്ല ചൊറിച്ചിലായിരിക്കും ആ ഒരു കമ്പിളിപ്പുഴ നമ്മുടെ ദേഹത്ത് തട്ടുമ്പോഴത്തേനും. നമുക്ക് ഏതായാലും ഷർട്ടൊക്കെ ഒന്ന് ഇട്ടിട്ട് ബാക്കി പണിയൊക്കെ നമുക്ക് നോക്കാം. ചെറിയ രീതിയിലൊരു വെയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടേ. പഴുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ കൊഴിഞ്ഞ് വീണിരിക്കുകയാണ്. അപ്പോൾ അത് ചിലപ്പോൾ വന്ന് വീട് ചപ്പിൻ്റെ ഉള്ളിലോ പുല്ലിൻ്റെ ഉള്ളിലൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ കൈയോടൊന്നും പെറുക്കിയില്ലാന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ നമുക്ക് തപ്പി എടുക്കലായിരിക്കും വലിയൊരു ബുദ്ധിമുട്ട്. അപ്പം എന്തായാലും ഒന്ന് പെറുക്കിയെടുക്കാം.
എല്ലാം നല്ല രീതിയിൽ തന്നെ പഴുത്തിട്ടുണ്ടേ. പെറുക്കി എടുക്കുന്ന അടക്കി കിട്ടുകൊണ്ടോ എന്നൊരു ഞാനൊരു പാള ഇവിടുന്ന് വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കട്ടെ. ഉണങ്ങിയ പാളായതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ച് വിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സെൻറ്റർ ഭാഗം പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു പോവേ. അതാ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് പെറുക്കി ഇടട്ടെ എല്ലാം. ഈ ഒരു ഭാഗത്ത് കുറച്ച് വാഴകളൊക്കെ കെട്ടി പിടിച്ചിട്ടുണ്ട്. കാരണം ഇവിടെയൊക്കെ കുറച്ച് വാഴകൾ കൊലച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കൂടുതലായിട്ട് കൊലയ്ക്കുന്നതിനനുസരിച്ചിട്ട് കേട്ടോ വാഴകളൊക്കെ കെട്ടി വിടാറുള്ളത്. നമ്മൾ കെട്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മഴയും കിട്ടാറുണ്ട്. അതേപോലെ അത്യാവശ്യം കാറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കെട്ടി വിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കൊലയൊക്കെ പെട്ടെന്ന് ആ ഒരു വാഴേൻ്റെ അടിയിൽ മണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ലൂസായിട്ട് വാഴ പുഴങ്ങി ആ കൊലയൊക്കെ നമുക്ക് നഷ്ടമാകും. അപ്പോൾ എന്നാലും ടൈം കിട്ടുന്നതനുസരിച്ച് അതുപോലെ തന്നെ കൊലയ്ക്കുന്നതനുസരിച്ച് ഇങ്ങനെ കെട്ടി വിടുകയാണ് നമ്മളിപ്പോൾ. അപ്പോൾ കുറച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ അടയ്ക്ക പെറുക്കിയിട്ട് നല്ല പഴുത്തടയ്ക്കാം. അപ്പോൾ ഇനി ബാക്കിയോട് കുറച്ചുകൂടി പെറുക്കാണ്. അപ്പോൾ എന്നാലും അതുകൂടി ഒന്ന് പെറുക്കിയെടുക്കണം. കാരണം പിള്ളേരെ ചിന്നി ചെറിയ പല സ്ഥലങ്ങളായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ പുല്ലൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന സ്ഥലത്ത് കൂടെ ആകുമ്പോഴാണ് നമുക്ക് പെറുക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ. അല്ലാതെ പുല്ല് കുറവുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ കാണുന്നുണ്ട്. കാരണം അത് ഫുള്ളായിട്ടൊന്ന് പെറുക്കിയെടുക്കട്ടെ. ഭാഗത്തുള്ള ഓൾമോസ്റ്റ് അടയ്ക്കൊക്കെ നമ്മളിതാ പഴുത്തൊക്കെ കൊഴിഞ്ഞുകൊണ്ട് നല്ല പെറുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടുന്ന് ഇത്രയും അടയ്ക്കാട്ടോ കിട്ടിയിട്ടുള്ളത്. എന്തായാലും അടയ്ക്ക് ഇവിടെ ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഓൾറെഡി വാഴ ഇട്ടല്ലോ കുറച്ച്. അപ്പോൾ ഈ ഒരു വാഴയുടെയൊക്കെ കൈയൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കണ്ടിച്ച് വിട്ടാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ അറിയാം കുറേയൊക്കെ നമ്മൾ കണ്ടിച്ചു കേട്ടോ. അപ്പോൾ വീണ്ടും അതിന് ശേഷം വന്നിട്ടുള്ളതാണ്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഒരുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിനൊന്ന് ഒരുക്കിയിട്ട് പോകാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടേക്ക് കിടക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഇതിലേക്ക് കുറച്ച് അടക്കി കൂടി നമുക്കിനി പെറുക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഇത് കണ്ടപ്പോഴാണ് നമുക്ക് ഇവിടെ ഒന്ന് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈ നമ്മുടെ ഒരു വാഴയുടെ ഈ ഒരു പോള ഉണ്ടല്ലോ. അപ്പോൾ അത് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇതേപോലെ ഒച്ച് അതേപോലെ തന്നെ ഓരോ കീടങ്ങളൊക്കെ വന്നിരിക്കണം. അപ്പോൾ അതൊക്കെ നമ്മൾ കയ്യോടെ ഒരുക്കി വിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു വാഴയുടെ ഒരു തണ്ടുണ്ടല്ലോ ഇത്, അപ്പോൾ അത് ഫുള്ള് വന്ന് നാശമാക്കി പോകാനൊക്കെ സാധിച്ചിട്ട്. അപ്പോൾ കൈയൊരിക്കലും നമ്മുടെ വാഴയുടെ ഒരു മെയിൻ പരിപാടി തന്നെയാണ്. ഇതിനെന്തായാലും ഈ ഒരു ഭാഗത്ത് ഫുള്ളായിട്ടൊന്ന് ഒരുക്കി കഴിഞ്ഞിട്ട് നമുക്ക് മേളിലേക്ക് കുറച്ചുകൂടി പെറുക്കാണ്ട് പറഞ്ഞാൽ അപ്പോൾ അങ്ങോട്ടേക്ക് ഒന്ന് പോയി പെറുക്കാം. കറക്റ്റായിട്ട് നമ്മൾ ഇതേപോലെ വാഴയുടെ കൈയൊക്കെ ഒന്ന് ഒരുക്കി വിടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പിണ്ടിപ്പൂവിൻ്റെ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റുമേ. ഇതിലൊന്നും അങ്ങനെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളിത് നേരത്തെ ഒരുക്കി വിട്ട് തന്നെയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ഒരുക്കി വിടാം. ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ ഉറുമ്പുകളൊക്കെ ഉണ്ടേ. മാത്രമല്ല ഇതിപ്പോൾ നല്ല രീതിയിൽ പിണ്ടിപ്പൂവിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട് തന്നെ. നമ്മളിതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പിണ്ടിപ്പൂവ് നമുക്ക് എങ്ങനെ നശിപ്പിക്കാതെ. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കിക്കോളൂ കൂട്ടുകാരെ. അപ്പോൾ അത് എല്ലാവർക്കും നല്ല രീതിയിലൊരു ഗുണം ചെയ്യാം നമുക്ക് വാഴത്തോട്ടത്തിൽ. ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് കൂടുതലായിട്ടുള്ളത് നേന്ത്രവാഴ തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതിൽ കദളിയും അതുപോലെ തന്നെ ഞാലിപ്പൂവൻ അങ്ങനെയുള്ളതൊക്കെ നമുക്ക് താഴേക്കാട്ടോ. നമ്മുടെ ഇത് നമ്മുടെ വീട്ടിനോട് ചേർന്ന് കുറച്ച് അടുത്ത് കിടക്കുന്ന പറമ്പാണ്. അപ്പോൾ താഴേക്കാണ് നമ്മൾ വേറെ വെറൈറ്റി വാഴകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഇടയിൽ ചിലതൊക്കെ നിർത്തി തിരിഞ്ഞ വാഴയുണ്ട്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ നല്ല വിത്ത് നോക്കിയിട്ട് നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുത്ത് നല്ല സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് ഒരുക്കി വിടാം. ഏതൊരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അല്ലേ.
വെയിലാണെങ്കിൽ ഇതാ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് നല്ലൊരു വെയിൽ വരും, പിന്നെ അതേപോലെ ഒരു മൂടലോ. അപ്പോൾ നോക്കി എനിക്ക് തോന്നുന്നു ഇന്ന് വൈകിട്ട് നമുക്ക് മഴയാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ മഴ പെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുരുമുളകൊക്കെ മെതിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങി എടുക്കൽ ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. കാരണം നല്ല വെയിലിട്ടാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഇതിപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് ഒരു മൂടലും അതുപോലെ തന്നെ വൈകിട്ടുള്ളൊരു മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഉണക്കൽ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും ഞാനിപ്പോൾ ഇത് ടെറസിൻ്റെ മേളിൽ അതുപോലെ തന്നെ കുറച്ച് മുറ്റത്തൊക്കെ ആയിട്ട് ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മഴ പെയ്യുവാണെങ്കിൽ നമുക്ക് ഓടേണ്ടി വരും. ഇപ്പോൾ ഇതാ ഒരുക്കിയെടുത്തിട്ടുള്ള ആ ഒരു വാഴയുടെ കൈ ഉണ്ടല്ലോ, അപ്പോൾ ആ ചപ്പും കാര്യങ്ങളൊക്കെ ഞാൻ അതാ വാഴച്ചോട്ടിൽ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വാഴച്ചോട്ടിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എല്ലാം പാട് ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരുപാടുള്ളത് നോക്കിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഈ ഒരു വാഴയുടെ ഉണക്കച്ചപ്പ് നമ്മുടെ വാഴയ്ക്കുള്ള ഒരു അടിപൊളി ജൈവവളം തന്നെയാണ്. ഈ ഒരു ഭാഗം എടുക്കുകയാണെങ്കിൽ നോക്കി, ഇത് ഇവിടുന്ന് ഇങ്ങനെ താഴേക്ക് ഫുള്ളായിട്ട് തന്നെ കാട്ടുകൂവയാണ് ഇത് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാടുണ്ട്. നമ്മൾ എത്രത്തോളം വെട്ടിക്കളഞ്ഞാലും പിന്നെയും അതിങ്ങനെ മുളച്ച് പൊന്തും. അപ്പോൾ ഇത് ഇങ്ങനെ താഴേക്കൊരു തോടാണ്. അപ്പോൾ തോടാണോ അതോ ഇങ്ങനെ നിരപ്പായ ഒരു സ്ഥലമാണെന്ന് പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുവാണേ. ഞാനിവിടെ വാഴക്കൈയൊക്കെ ഒന്ന് ഒരുക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് നമ്മുടെ പുറകിലായിട്ടൊരു സംഭവങ്ങൾ. അപ്പോൾ നമ്മുടെ മൂട്ടിപ്പുളിയുടെ മരമാണ്. പക്ഷെ നല്ല പൂത്തുളിഞ്ഞ താഴ്ഭാഗം മുതൽ അങ്ങ് മേൽഭാഗം വരെ ഫുള്ളായിട്ട് പൂത്ത് നിൽക്കും. അപ്പോൾ ആ റെഡ് കളറിലായിട്ട് ഇത് കാണാൻ വേണ്ടി നല്ല രസമുണ്ട്. അപ്പോൾ അതൊരു ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും കുറച്ച് ടൈം എടുക്കും. അതേപോലെ തന്നെ ഇത് നമ്മുടെ കറക്റ്റ് ഇത് വലുതായി വരുമ്പോൾ എന്താ പറയുക, നമ്മുടെ റംബൂട്ടാനല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടെക്സ്ചറിലാട്ടോ വരാറുള്ളത്. അപ്പോൾ എന്തായാലും താഴ്ഭാഗം മുതൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. ഇത് ഉണ്ടാവുന്നത് ആ ഒരു തടിയിൽ കറക്റ്റായിട്ട് ആ ഒരു തടിയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു വള്ളി പോലെ വന്നിട്ട് അതിൽ കൂടെയാണ് ഒരുപാട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത്. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്ന ഒരു പഴമൊഴി ഉണ്ടല്ലോ, അപ്പോൾ അതിനോട് സാമ്യപ്പെട്ടാലേ. ഇതിപ്പോൾ ചക്കയല്ലാന്നേ ഉള്ളൂ. എന്തായാലും ആ ഒരു വേരിനെ ഫുള്ളായിട്ട് തന്നെ കവർ ചെയ്യുന്ന രീതിയിൽ ആ ഒരു താഴ്ഭാഗം മുതൽ അങ്ങ് മേൽവശം വരെ ഫുള്ളായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ടേ. ഈ ഒരു ഫ്രൂട്ട് ഇതേപോലെ ഇങ്ങനെ തടിയിൽ പറ്റി പിടിച്ചാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിങ്ങനെ വലുതായി കഴിഞ്ഞാൽ ചെറിയൊരു പുളിയും അതേപോലെ തന്നെ ചെറിയൊരു മധുരമായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരുപാട് പഴക്കമുള്ളൊരു മരം കൂടിയാണ് നമ്മുടെ ഈ ഒരു മൂട്ടിപ്പുളി മരം. ഇങ്ങനെ ഇതാ മേൽഭാഗത്തേക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കൊലയായിട്ട് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാണുമ്പോൾ ഒരു മുന്തിരിക്കൊല പോലെയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. അങ്ങ് മേളിലേക്കുണ്ട്. അപ്പോൾ എൻ്റെ ക്യാമറയിൽ എത്രത്തോളം ആ ഒരു മേൽഭാഗത്ത് സൂം ആവുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും ഒത്തിരി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് മേളിലേക്ക്. ഗൈസ്, അപ്പോൾ നമ്മുടെ കൂട്ടുകാരിൽ ആരെങ്കിലുമൊക്കെ ഈ ഒരു ഫ്രൂട്ട് കണ്ടിട്ടും കഴിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ മൂട്ടിപ്പുളി മരത്തിൻ്റെ തൊട്ട് താഴെയായിട്ടൊരു തോടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു തോടിനോട് ചേർന്നാണ് ഈ ഒരു മരം നിൽക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഫ്രൂട്ട് നമുക്ക് പഴുക്കുമ്പോഴത്തേനും ഒരു ഒക്ടോബർ സെപ്റ്റംബർ മാസമൊക്കെ ആവട്ടെ നമുക്ക് മൂത്ത് പഴുത്ത് അവർ കഴിക്കാൻ പറ്റുന്നൊരു പരുവത്തിലാവുമ്പോഴത്തേനും. അതേപോലെ തന്നെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി. അതേപോലെ തന്നെ ഈ ഒരു ഫ്രൂട്ടിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ എന്തായാലും നമ്മൾ വരുന്ന വീഡിയോസിലൊക്കെ ഉൾപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി വേറെയും കുറച്ചുകൂടി റെഡിയാക്കി എടുക്കാണ്ട് നമ്മുടെ വാഴയുടെ ആ ഒരു പരിപാടി. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് ചെയ്യട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടിയേക്കണേ. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസ് ആയിട്ട് കാണുന്നവരെ ബൈ.